നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുൽപ്പള്ളിയിൽ വൻ സംഘർഷം. പോലീസിനും MLA-മാർക്കും നേരെ കുപ്പിയേറ്, ലാത്തിച്ചാർജ്. ഒടുവിൽ നിരോധനാജ്ഞ. ഗോഡ്സെയെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് കമന്റ്. NIT അധ്യാപിക സ്റ്റേഷനിൽ ഹാജരായി. പോലീസ് ചോദ്യം ചെയ്തു. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക്. ജോഡോ യാത്ര നിർത്തിവെച്ചു. SFIO അന്വേഷണം നിയമപരം. അന്വേഷണം തടയാൻ ഉന്നയിച്ച വാദങ്ങൾ നിലനിൽക്കില്ല. കോടതി വിധി പുറത്ത്. വാർത്തകൾ വിശദമായി. വയനാട്ടിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ വനംവകുപ്പ് നടപടിയെടുക്കാത്തതിനെതിരെ അണപൊട്ടി ജനരോഷം. കഴിഞ്ഞ ദിവസം കാട്ടാന ചവിട്ടിക്കൊന്ന പക്കം സ്വദേശി പോളിന്റെ മൃതദേഹവുമായി പുൽപ്പള്ളിയിൽ ജനക്കൂട്ടം മണിക്കൂറുകൾ പ്രതിഷേധിച്ചു. പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പുൽപ്പള്ളി പഞ്ചായത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പ്രതിഷേധക്കാർ വനംവകുപ്പിന്റെ ജീപ്പ് തടഞ്ഞു. വാഹനത്തിന് മുകളിൽ വനം വകുപ്പിന് റീത്ത് വെച്ചു. ടയറിന്റെ കാറ്റഴിച്ചുവിട്ട് റൂഫ് വലിച്ചു കീറി. കോണിച്ചിറയിൽ കടുവ പിടിച്ച പശുവിന്റെ ജഡം ജീപ്പിന് മുകളിൽ കെട്ടിവെച്ചു. പോലീസ് വാഹനവും തടഞ്ഞു. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പോളിന്റെ ആശ്രിതർക്ക് സർക്കാർ ജോലി, അർഹമായ ധനസഹായം എന്നിവ ഉറപ്പാക്കണം എന്നാണ് ആവശ്യം. ശുപാർശ പറ്റില്ലെന്നും ഉറപ്പ് വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. വ്യക്തമായ ഉറപ്പ് കിട്ടാതെ പിന്നോട്ടില്ല എന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. മൃതദേഹവുമായി പ്രതിഷേധിക്കുന്ന സ്ഥലത്തെത്തിയ MLA-മാർക്ക് നേരെ ജനം കുപ്പിയെറിഞ്ഞു. തടയാൻ ശ്രമിച്ച പോലീസിന് നേരെ കല്ലും കസേരയും എറിഞ്ഞു. പിന്നാലെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. അതിനിടെ പ്രതിഷേധക്കാർ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. സ്ഥലത്തെത്തിയ T. സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്കെതിരെ ഒരു വിഭാഗം പ്രതിഷേധിച്ചു. നേതാക്കളെ കൂകി വിളിച്ചു. പ്രതിഷേധം UDF MLA-മാർക്ക് നേരെ തിരിക്കൽ രാഷ്ട്രീയ കളി ഉണ്ടെന്ന് T. സിദ്ദിഖ് ആരോപിച്ചു. അതേസമയം നടക്കുന്നത് രാഷ്ട്രീയ നാടകമാണെന്നും 5 കിലോമീറ്റർ ദൂരം പിന്നിട്ട് വീട്ടിലെത്തിക്കാവുന്ന മൃതദേഹം 15 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചാണ് വീട്ടിലെത്തിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഗോഡ്സെയെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് കമന്റിട്ട സംഭവമായ കേസിൽ കോഴിക്കോട് NIT അധ്യാപിക ഷൈജ ആണ്ടവനെ പോലീസ് സ്റ്റേഷൻ ഹാജരായി. കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലാണ് ഇന്ന് രാവിലെ അധ്യാപിക ഹാജരായത്. അധ്യാപികയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. ഫേസ്ബുക്ക് കമന്റ് ഇടാൻ ഉപയോഗിച്ച ഫോൺ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കി. ആരോഗ്യ കാരണങ്ങളാൽ ചോദ്യം ചെയ്യലിന് സ്റ്റേഷനിൽ ഹാജരാകാനായില്ല എന്നായിരുന്നു നേരത്തെ ഷൈജ ആണ്ടവൻ പോലീസിനെ അറിയിച്ചിരുന്നത്. തുടർന്ന് 3 ദിവസത്തെ സമയവും ചോദിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ സ്റ്റേഷനിൽ ഹാജരായത്. ഗാന്ധിജി കൊല്ലപ്പെട്ട ജനുവരി 30-ന് അഭിഭാഷകനായ കൃഷ്ണരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിലാണ് NIT പ്രൊഫസർ ഷൈജ ആണ്ടവൻ വിവാദത്തിനിടയാക്കിയ കമന്റ് ഇട്ടത്. പ്രൗഡ് ഓഫ് ഗോഡ്സെ ഫോർ സേവിംഗ് ഇന്ത്യ. ഇന്ത്യയെ രക്ഷിച്ചതിന് നന്ദി. ഗോഡ്സെയിൽ അഭിമാനം കൊള്ളുന്നു എന്നായിരുന്നു കമന്റ്. ഹിന്ദു മഹാസഭ പ്രവർത്തകൻ നാഥുറാം വിനായക് ഗോഡ്സെ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോ എന്നായിരുന്നു കൃഷ്ണരാജിന്റെ പോസ്റ്റ്. സംഭവത്തിന് പിന്നാലെ SFI ഏരിയ സെക്രട്ടറി നൽകിയ പരാതിയിൽ കുന്നമംഗലം പോലീസ് ഷൈജയ്ക്കെതിരെ കേസെടുത്തിരുന്നു. വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലേക്ക്, ഇന്ന് വൈകിട്ട് കേരളത്തിലേക്ക് പോകും. 5 മണിക്ക് വാരണാസിയിൽ നിന്നും കേരളത്തിലെത്തും. ദേശീയ തലത്തിലേക്ക് വിഷയം ഉയർന്നതോടെ സ്ഥലം MP-യും കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധിയും വയനാടൻ ജനതയ്ക്കൊപ്പം എത്തും. ഭാരത് ജോഡോ നയയാത്രയ്ക്ക് ചെറിയ ഇടവേള നൽകിയാണ് രാഹുൽ വയനാട്ടിലേക്ക് പറന്നെത്തുക. ജോഡോ യാത്ര നിർത്തിവെച്ചാണ് രാഹുൽ ഇന്നെത്തുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി കളക്ടറുമായി ബന്ധപ്പെടുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു. ഡൽഹിയിൽ വിവിധ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ അദ്ദേഹം നടത്തുകയും ചെയ്തു. ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് എന്റെ ചുമതല. ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കണം. വയനാട്ടിൽ തന്റെ സാന്നിധ്യം അടിയന്തരമായി ആവശ്യമെന്ന ബോധ്യമുള്ള രാഹുൽ ഗാന്ധി ഇന്ന് വൈകുന്നേരം 5 മണിക്ക് വാരണാസിയിൽ നിന്നും വയനാട്ടിലേക്ക് പുറപ്പെടുമെന്നാണ് ജയറാം രമേശ് പറഞ്ഞത്. നാളെ ഉച്ചവരെ വയനാട്ടിൽ നിന്ന ശേഷം ഭാരത് ജോഡോ നയയാത്ര പുനരാരംഭിക്കും. 3 മണിക്ക് പ്രയാഗ്രാജിലേക്ക് രാഹുൽ ഗാന്ധി തിരിച്ചെത്തും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണം സ്റ്റേ ചെയ്യാത്ത കർണാടക ഹൈക്കോടതിയുടെ വിധി പ്രസ്ഥാനം പുറത്ത്. SFIO അന്വേഷണം നിയമപരമെന്ന് ഹൈക്കോടതി വിധി. അന്വേഷണം തടയാൻ വീണ ഉന്നയിച്ച വാദങ്ങൾ നിലനിൽക്കില്ലെന്നും അന്വേഷണം റദ്ദാക്കാനോ തടയാനോ ആവില്ല എന്നും വിധിയിൽ വിശദീകരിക്കുന്നു. 46 പേജുള്ള വിധി പ്രസ്ഥാനമാണ് പുറത്തുവന്നത്. ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ചിലെ സിംഗിൾ ബെഞ്ച് അധ്യക്ഷൻ ജസ്റ്റിസ് M. നാഗപ്രസന്നയുടെയാണ് ഉത്തരവ്. എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണം തുടരാമെന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിധി വന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ഒറ്റവാചകത്തിൽ പൂർത്തിയാക്കിയ വിധിയുടെ വിശദാംശങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. വീണ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ CPIM-ഉം മുഖ്യമന്ത്രിയും കൂടുതൽ പ്രതിരോധത്തിലായി. മടിയിൽ കനമില്ലാത്തതുകൊണ്ട് അന്വേഷണത്തെ ഭയമില്ലെന്ന് പഴയ വാദം പാർട്ടിയെ ഇപ്പോൾ തിരിഞ്ഞുകൊത്തുകയാണ്. ഭയപ്പെടാൻ ഒന്നുമില്ലെങ്കിൽ എന്തിന് അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിച്ചു എന്ന് ചോദ്യം പാർട്ടി നേതൃത്വത്തിന്റെ ഉത്തരം മുട്ടിക്കുന്നുണ്ട്.